പ്രിയപ്പെട്ട സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സി എസ് കെയുടെ മാച്ച് ഇനി 15-ാം തീയതിയാണ്. LSG ആയിട്ടാണ് നമ്മുടെ മാച്ച് വരുന്നത്. സി എസ് കെയുടെ ആരാധകൻ എന്ന നിലയിൽ ഞാൻ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മത്സരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. LSG ആയിട്ട്, ഗുജറാത്ത് ടൈറ്റൻസ് ആയിട്ട്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിട്ട് 3 മാച്ചുകളും വളരെ നിർണായകമാണ്. ഈ 3 മാച്ചുകളിൽ 2 വിജയം വളരെ അത്യന്താപേക്ഷികമാണ്. കാരണം ഈ 2 വിജയമാണ് പ്ലേ ഓഫ് സാധ്യതകൾ തുറന്നു തരുന്നത്. കാരണം ആദ്യത്തെ 4 സ്ഥാനങ്ങളിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഏതെങ്കിലും ഒരു ടീം പൂർണ്ണമായും പ്ലേ ഓഫ് ഉറപ്പാക്കി എന്ന് പറയാറായിട്ടില്ല. ഇപ്പോൾ ഇന്നലത്തെ കളിയോടുകൂടി ഗുജറാത്ത് ടൈറ്റൻസ്, അതുപോലെ തന്നെ RCB, SRH, പഞ്ചാബ്, ഇങ്ങനെ ഓരോ ടീമുകളും അവരുടെ നില പൊക്കിയും താഴ്ത്തിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആര് ഒരു സ്ഥിരമായ 4 സ്ഥാനത്തേക്ക് എത്തുമെന്ന് പറയാൻ ഇപ്പോഴും ആരാധകർക്ക് പറ്റുന്നില്ല. ഇനിയുള്ള മത്സരങ്ങളെല്ലാം തോറ്റാൽ ഈ മുകളിലുള്ള എല്ലാ ടീമുകളും താഴേക്കിറങ്ങുകയും താഴെയുള്ള ടീമുകൾ എല്ലാ കളിയും ജയിച്ചാൽ അവർ മുകളിലേക്ക് കയറുകയും ചെയ്യും. ഇപ്പോൾ പുറത്തായ ടീമുകളിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് പുറത്തായി എന്ന് നമുക്ക് പറയാം. LSG പുറത്തായ മട്ട് തന്നെയാണ്. അങ്ങനെ പുറത്തായ ടീമുകൾ അല്ലാതെയുള്ള ടീമുകൾ ഒരു 2-3 എണ്ണം വേറെയുണ്ട്. രാജസ്ഥാൻ റോയൽസ് എവിടെ കിടന്നിരുന്ന ടീമാണ്. അതുപോലെ ചെന്നൈ സൂപ്പർ കിങ്സ്, ഇപ്പോൾ കൊൽക്കത്ത എല്ലാ കളികളും ജയിച്ചാൽ കൊൽക്കത്തയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് വളരെ ദുർഘടം പിടിച്ച ഒരവസ്ഥയിലാണ്. ഇനി 16 പോയിന്റ് എന്ന ഒരു പോയിന്റ് മീറ്റപ്പ് ചെയ്യുന്ന ടീമുകളായിരിക്കും പ്ലേ ഓഫിലേക്ക് കടക്കുക. അപ്പോഴും കട്ടയ്ക്കായിരിക്കും പോരാട്ടം. നെറ്റ് റൺ റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം CSK ഒക്കെ കളിക്കുന്നത് പോലെ വളരെ പയ്യെ 20 ഓവറൊക്കെ കളിച്ച് ജയിക്കുന്നതിന് പകരം സ്കോർ ചെറുതാണെങ്കിൽ നല്ലൊരു പവർ പ്ലേ, നല്ലൊരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10-15 ഓവറിന് മുൻപേ തന്നെ അധികം വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താതെ എത്തുക എന്നുള്ളതാണ്. അല്ലാതെ നെറ്റ് റൺ റേറ്റ് വളരെ കുറഞ്ഞ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി 2 കളികൾ ജയിച്ചാലും ചിലപ്പോൾ സാധ്യതകൾ മങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. എന്നിരുന്നാലും CSKക്ക് ഇനിയുള്ള 3 കളികളിൽ 2 കളികൾ വളരെ നിർണായകമാണ്. ഈ 2 കളികളിൽ LSG ആയിട്ടൊരു കളി ജയിച്ചാൽ അടുത്തത് 2 വമ്പന്മാരാണ്. ആ വമ്പന്മാരായിട്ട് എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ. കാരണം ആ വമ്പന്മാരായിട്ട് ജയിച്ചാൽ മാത്രമേ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ വളരെ ഒരു മികച്ച ടീമായിരുന്നിട്ട് കൂടി മുംബൈ ഇന്ത്യൻസിന് ഈ IPL സീസണിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് അല്ലേ. അവർ ടീമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വളരെ മികച്ചൊരു ടീം, ടൂർണമെൻറ്റിൽ തന്നെ ഏറ്റവും മികച്ചൊരു ടീം എന്ന് തോന്നിപ്പിച്ചെങ്കിലും പിന്നീട് എന്താണ് സംഭവിച്ചത്? പക്ഷേ CSK അത്രത്തോളം ഒരു വലിയ ടീമായിട്ടൊന്നും ആരും പരാമർശിച്ചിരുന്നില്ല. എന്നിരുന്നാൽ കൂടി അവർ വളരെ മികച്ച രീതിയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5 കളികളിൽ 4ഓളം വിജയങ്ങളാണ് അവർക്കുള്ളത്. ഒരു കളി മാത്രമാണ് പരാജയപ്പെട്ടത്. ആദ്യത്തെ ഒരു 3 അടുപ്പിച്ച് തോൽവിക്ക് ശേഷം ഒരു മികച്ച തിരിച്ചുവരവാണ് CSK നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ടീമുകളുടെ വലിപ്പച്ചെറുപ്പമൊന്നും ഈ IPL വലിയ കാര്യമാക്കുന്നില്ല. CSK, അതുപോലെ തന്നെ പഞ്ചാബ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഇവരൊക്കെ മികച്ച പ്ലേ ആണ് ഈ IPL കളിച്ചത്. പഞ്ചാബിൻ്റെ കളി ആദ്യത്തെ കുറേ കളികൾ കണ്ടപ്പോൾ ഉറപ്പായും ആദ്യം ക്വാളിഫൈ ആവുന്ന ടീം പഞ്ചാബ് ആയിരിക്കുമെന്നാണ് നമ്മൾ വിശ്വസിച്ചത്. പക്ഷേ അവരുടെ ഫീൽഡിങ് വളരെ മോശമാണ്. ബൗളിങ്ങും ബാറ്റിങ്ങും നന്നായാലും ഫീൽഡിങ് മോശമായാൽ ഒരു ടീം എത്രത്തോളം താഴേക്ക് പോകും എന്നതിൻ്റെ തെളിവാണ് പഞ്ചാബ്. ഇപ്പോൾ പഞ്ചാബ് 4-ാം സ്ഥാനത്താണ്. ഇപ്പോൾ ആരൊക്കെ പ്ലേ ഓഫ് ഉറപ്പിക്കും എന്നത് അനിശ്ചിതത്വം ഉള്ളൊരു കാര്യം തന്നെയാണ്. ഒരു സഞ്ജു സാംസൺ ആരാധകൻ എന്ന നിലയിലും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകൻ എന്ന നിലയിലും ഇനിയുള്ള 3 കളികളിൽ 3ഉം ജയിക്കണം എന്നാണ് ആഗ്രഹം. 2 കളികൾ ജയിക്കാം, ഒരു കളി തോറ്റാലും കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡല്ല. 3ഉം ജയിച്ചാലേ ഒരു കപ്പ് വിന്നിങ്, ഒരു മാച്ച് വിന്നിങ്, അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റ് വിന്നിങ് ടീം എന്നുള്ള നിലയിൽ നമുക്ക് CSK പറയാൻ സാധിക്കുകയുള്ളൂ. തട്ടിയും മുട്ടിയും ജയിച്ച് കയറിയാൽ പോരാ. എല്ലാ കളികളും ഇനി ജയിച്ചാൽ മാത്രമേ ഒരു IPL കപ്പ് ഉയർത്താനുള്ള കേപ്പബിലിറ്റി CSKക്കുണ്ട് എന്ന് ഉറച്ചു പറയാൻ സാധിക്കുകയുള്ളൂ. സഞ്ജു സാംസണിൻ്റെ ഇന്നിങ്സുകൾ ഇനി വളരെ നിർണായകമാണ്. സഞ്ജുവിൻ്റെ അടുത്ത സെഞ്ചുറി തൊട്ടടുത്ത മാച്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ
ഈ പറയുന്ന LSG ആയിട്ടുള്ള ഒരു മാച്ചിൽ സഞ്ജു സെഞ്ചുറി അടിക്കുമോ, സഞ്ജു വിജയരഥത്തിൽ ഏറി ഇപ്പോൾ ടീമിനെ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. കാരണം LSG കഴിഞ്ഞ കളി 28 റൺസാണ് സഞ്ജു അടിച്ചത്. നല്ലൊരു തുടക്കം സഞ്ജുവിന് കിട്ടി, പക്ഷേ സഞ്ജുവിന് അത് മുതലാക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇനി അടുത്ത കളിയിൽ അത് സഞ്ജു പരിഹരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നല്ലൊരു സെഞ്ചുറി സഞ്ജുവിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം സഞ്ജു ഇപ്പോൾ ഒരു 50 അടിച്ചാലും 60 അടിച്ചാലും ഒന്നും പോരാ, സെഞ്ചുറി തന്നെ അടിക്കണം എന്നുള്ള രീതിയിലാണ്. സഞ്ജു സാംസണും വളരെ കോൺഫിഡൻ്റ് ആണ്. ഇനിയുള്ള മാച്ചുകളിൽ നമുക്ക് നോക്കാം സെഞ്ചുറി അടിക്കുമോ ഇല്ലയോ എന്നൊരു പ്രവചനവും സഞ്ജു നടത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നോക്കൗട്ട് മാച്ച് അങ്ങനെയുള്ള മാച്ചുകൾ ക്ലച്ച് മാച്ചസുകളിലെ താരമാണ് സഞ്ജു സാംസൺ. ക്ലച്ച് ഹീറോ, അതായത് നിർണായക മത്സരങ്ങളിൽ ഒരു വിശ്വസിക്കാൻ പറ്റിയ ഒരു ബ്രാൻഡായി സഞ്ജു സാംസൺ മാറുമ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ സഞ്ജു മിന്നുന്ന ഫോം കാഴ്ചവെക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഉർവിൽ പട്ടേൽ ഫോമിലായത് ടീമിന് ആശ്വാസമാണ്. ഉർവിൽ പട്ടേൽ സഞ്ജു സാംസൺ ഓപ്പണിംഗ് ജോഡി വർക്കൗട്ട് ചെയ്യണമെന്ന് ആരാധകരിൽ ഭയങ്കരമായ താല്പര്യം ഉയരുന്നുണ്ട്. അത് അവർ കമൻറ്റ് സെക്ഷനിലും മറ്റും രേഖപ്പെടുത്തുന്നുണ്ട്. ഋതുരാജിനെ വൺ ഡൗണോ മറ്റോ ഇറക്കി ഉർവിൽ പട്ടേലിനെയും സഞ്ജു സാംസണിനെയും ഓപ്പൺ കയറ്റിക്കൊണ്ട് പവർ പ്ലേ മികച്ച രീതിയിൽ ഉപയോഗിക്കുക എന്നൊരു സജഷൻസ് ഇപ്പോൾ ക്രിക്കറ്റ് അനലിസ്റ്റുകളടക്കം ഫാൻസ് അടക്കം തുടരെ പറയുന്നുണ്ട്. മാനേജ്മെൻറ്റ് അത് കേൾക്കുമോ എന്നറിയില്ല. കാരണം ഋതുരാജ് ഒരു പൊസിഷൻ ഡൗൺ ചെയ്യുമോ എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹമാണ് ക്യാപ്റ്റൻ. പക്ഷേ ജാമി ഓവർട്ടൺ അടക്കം CSKയിലെ അക്കീല ഹുസൈൻ, അതുപോലെ നൂർ അഹമ്മദ് എല്ലാവരും മികച്ച ഫോമിലാണ്. കാംബോജ് എല്ലാവരും നല്ല ഫോമിലാണ്. ഇവരുടെയൊക്കെ കൃത്യമായ ഒരു കോൺട്രിബ്യൂഷൻ ടീമിന് കൊടുത്താൽ ഉറപ്പായിട്ടും ഒരു IPL കപ്പ് ഉയർത്താൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ്. അതോടൊപ്പം തന്നെ മഹേന്ദ്ര സിംഗ് ധോണി, ആരാധകരുടെ മഹിഭായ്, ഏതെങ്കിലും ഒരു കളി കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്നിറങ്ങണമെന്ന ആഗ്രഹം ആരാധകരിൽ വർദ്ധിച്ചു വരികയാണ്. 46-47 വയസ്സായെങ്കിൽ കൂടിയും ധോണി എന്നത് ഒരു വികാരം തന്നെയാണ്. അതൊരു ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ടോ എങ്ങനെയെങ്കിലും ധോണി കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഒരു വാക്കിങ്ങും എല്ലാം അതൊക്കെ ആരാധകർക്ക് വളരെ ഒരു വർത്തായ ഒരു മൊമെൻ്റാണ്. എന്തായാലും ഒരു ബിസിനസ്സാണ് IPL, എങ്കിൽ പിന്നെ കുറച്ചും കൂടി ബിസിനസ് വാല്യൂ കൂട്ടാൻ ധോണി ഒരു കളിയിലെങ്കിലും ഇറക്കണമെന്ന ആവശ്യം ശക്തമാണ്. ധോണിക്ക് പറയത്തക്ക പരിക്കുകളൊന്നുമില്ല. ഇവർ പരിക്കുകളാണെന്ന് പറഞ്ഞിട്ട് ധോണിയുടെ ഓരോ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ കാണുമ്പോൾ ധോണി ഫുട്ബോൾ കളിക്കുന്നു, ധോണി പലതരത്തിലുള്ള ഗെയിം പ്ലേയും കാര്യങ്ങളും ഓട്ടം ചാട്ടമൊക്കെ ധോണി നടത്തുന്നുണ്ട്. ഇവർ പിന്നെ പരിക്കാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണി ഇറങ്ങി ഒരു കപ്പടിക്കുന്ന ഒരു സ്വപ്നം പോലും കാണുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരുണ്ട്. സഞ്ജു സാംസണും ധോണിയും കൂടി ഒരുമിച്ച് കളിക്കാൻ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ധോണിയുടെ ഒരു പ്രസൻസ് ചെന്നൈ സൂപ്പർ കിങ്സിൽ ഒരു കളിയെങ്കിലും വേണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇപ്പോൾ യുവതാരങ്ങൾ കളിച്ചോട്ടെ എന്നൊരു മാനസികാവസ്ഥയിലാണ് ധോണി മാറി നിൽക്കുന്നത്, അല്ലാതെ പരിക്കുകൾ കൊണ്ടൊന്നുമല്ല. കാരണം താൻ വരുമ്പോൾ ഒരാളുടെ അവസരമാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത് എന്നൊരു ബോധത്തിൽ നിന്നാണ് ധോണി ഒന്ന് അകന്നു നിൽക്കുന്നത്. അല്ലാതെ ധോണി പരിക്കുകൾ കാരണം മാറി നിൽക്കുക അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഒരു കോച്ചിൻ്റെ രൂപത്തിലാണ് ധോണി ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ എല്ലാവരും ട്രെയിൻ ചെയ്യുന്നത്. എന്തായാലും ധോണിയുടെ ഒരു കളി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. സഞ്ജുവും ധോണിയും ഒരുമിച്ച് ബാറ്റ് ചെയ്യുന്നത്, ഒരുമിച്ച് ഫീൽഡിൽ നിൽക്കുന്നത് എല്ലാം നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ധോണി വീണ്ടും വിക്കറ്റ് കീപ്പർ ആവുന്നത് എല്ലാം നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ 15-ാം തീയതിയിലെ കളി വളരെ നിർണായകമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇനിയുള്ള LSG അതുപോലെ തന്നെ GT, SRH ആയിട്ടുള്ള കളികളിൽ CSKയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ കമൻറ്റുകളും വിലയിരുത്തലുകളും രേഖപ്പെടുത്തുക. നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.